ജിമിനോടൊപ്പം ലിവിംഗ് റൂമിലേക്ക് വന്ന തേയ കണ്ടത് തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന ജേക്കിനെയാണ്. ചിരിച്ചുകൊണ്ട് നിന്ന തേയയുടെ മുഖം പെട്ടെന്ന് തന്നെ കോപത്തിൻ്റെ നിറത്തിലേക്ക് മാറി. അറിയാതെ അവളുടെ ശരീരം ദേഷ്യം കൊണ്ട് വിറച്ചു. ജേക്കിൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. അവൻ്റെ മുഖത്തും അവളോടുള്ള വെറുപ്പ് വ്യക്തമായിരുന്നു. രണ്ടുപേരും ദേഷ്യത്തോടെ തമ്മിൽ നോക്കി നിന്നു. എടാ ദേ ഇതാണ് എൻ്റെ ഭാര്യ തേയ. തേയ ഇതാണ് ജേക്ക്, ജൂണിന്റെ ബ്രദർ. ജിമിൻ്റെ ശബ്ദമാണ് തേയയും ജേക്കിനെയും തിരികെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്. പെട്ടെന്ന് തന്നെ തേയ മുഖത്തൊരു ചിരി വരുത്തിവെച്ച് ജിമിനെ നോക്കി. അതെന്താടാ നീ ജേക്കിനെ മാത്രം തേയക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? അയ്യോ ഞാൻ കണ്ടേ. തേയ ഇത് ജോർജ് അങ്കിൾ, ജൂണിന്റെയും ജേക്കിന്റെയും ഫാദർ. ഹലോ അങ്കിൾ. ഹലോ മോളെ. ഒന്നും തോന്നരുത്, വിവാഹത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഒരു ചെറിയ എമർജൻസി ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല അങ്കിൾ, എനിക്ക് മനസ്സിലാവും. അന്നാൻറ്റി എന്നോട് പറഞ്ഞിരുന്നു. നീ എന്താടാ പ്രേതത്തെ കണ്ടതുപോലെ പേടിച്ചു നിൽക്കുന്നത്? നിനക്കല്ലായിരുന്നു ജിമിന്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞത്? ദേ നിൽക്കുന്നു, പോയി സംസാരിക്കേ. ജേക്കിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൻ പതിയെ ജിമിനും തേയും നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അവൻ തേയെ തന്നെ നോക്കുകയായിരുന്നു. അവളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നതാണ് ആദ്യം അവൻ ശ്രദ്ധിച്ചത്. മുടി കുറച്ചുകൂടി നീളം വെച്ചിട്ടുണ്ട്, നിറം അല്പം കൂടി വെച്ചിട്ടുണ്ട്. പഴയതിലും അധികം സുന്ദരിയായി മാറിയെന്ന് അവളെ കണ്ടപ്പോൾ അവന് തോന്നി. തേയുടെ അടുത്ത് എത്തിയപ്പോഴാണ് അവളുടെ ഇടുപ്പിൽ ജിമിൻ്റെ കൈ അവൻ കാണുന്നത്. അവനറിയാതെ അവിടെ തന്നെ നോക്കി നിന്നു. ഒരുപക്ഷേ ജിമിൻ്റെ സ്ഥാനത്ത് അവളെ ചേർത്തു നിർത്തേണ്ടിയിരുന്നത് താനായിരുന്നു. പക്ഷേ തേയ്ക്ക് ജേക്കിൻ്റെ സമീപത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവൾ അറിയാതെ ജിമിനോട് ഒന്നുകൂടി പറ്റിച്ചേർന്നു നിന്നു. പ്രതിഫലനം എന്ന പോലെ ജിമിൻ്റെ കൈകൾ തേയുടെ ഇടുപ്പിൽ മുറുക്കി അവളെ ചേർത്തു നിർത്തി. എന്താടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ... ജിമിൻ്റെ ചോദ്യം കേട്ട് ജേക്കബ് പെട്ടെന്ന് അവൻ്റെ നോട്ടം ജിമിൻ്റെ മുഖത്തേക്ക് മാറ്റി. എന്ത് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഹലോ. ഹലോ. കൂടുതലൊന്നും പറയാൻ ജേക്ക് നിന്നില്ല. അവൻ വേഗം തന്നെ ശ്രദ്ധ ജെറിയിലേക്ക് മാറ്റി. ജെറി മോനെ, അങ്കിളിനറിയോ? അറിയാം, ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആഹാ, അത് ശരി. എങ്കിലേ മോൻ അങ്കിള് കൊറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതൊക്കെ തുറന്നു നോക്കണ്ടേ? നോക്കാം. എങ്കി വാ. ജേക്ക് ജെറിക്ക് നേരെ കൈനീട്ടി. ജെറിയെ കയ്യിലെടുത്തു. അപ്പൊ ശരി, ഞങ്ങളെങ്കില് ഗിഫ്റ്റ് നോക്കാൻ പോവാ. ഫുഡ് ആവുമ്പോ വിളിച്ചാ മതി. ജേക്ക് ഇതും പറഞ്ഞ് ജെറിയുമായി അവന്റെ മുറിയിലേക്ക് പോയി. ഇനിയിപ്പോ ജെറിക്ക് കൂടെ കൂട്ടിന് ആളായല്ലോ. ശരിയാ, ജെയ്മി പോയപ്പോ അവൻ തനിച്ചായി. ഇനി ജെയ്ക്ക് വന്നല്ലോ. ഇച്ചായ, വന്നിട്ട് ഇങ്ങനെ ഇരിക്കാതെ പോയി ഫ്രഷ് ആവ്. അപ്പോഴേക്കും ഫുഡ് എടുത്ത് വെക്കാം. എങ്കി ശരി, ഞാൻ പോയി ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് വരാം. ജോർജും അന്നയും റൂമിലേക്ക് പോയി. എന്താ ഇറീന, ആ ഫയൽസ് ഓർഡർ ആക്കിയോ? ആക്കി ചായ, ദേ അടുക്കി വെച്ചിട്ടുണ്ട്. എങ്കി നമുക്കതങ്ങ് കയ്യോടെ എടുത്തു വെച്ചേക്കാം. മൈക്കിളും റീനയും കൂടി അടുക്കി വെച്ചിരുന്ന ഫയൽസുമായി അവരുടെ റൂമിലേക്ക് പോയി. ജീനിയും ജൂണും അവരുടെ മുറിയിലേക്കും പോയി. ലിവിംഗ് റൂമിൽ ജിമിനും തേയും മാത്രം ബാക്കിയായി. പഴയ കാര്യങ്ങൾ ഓരോന്നായി തേയുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്തു പറ്റിയതയാ? താനെന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല ചായ, ഞാനെന്തോ ചിന്തിച്ചു നിന്നു പോയതാ. ഒന്നുമില്ലെങ്കിൽ ശരി, പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ പറയാ ചായ. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാനുള്ള തിരക്കിലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ജേക്ക് അവൻ്റെ മുറിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അതവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അലനായിരുന്നു. ഹലോ, പറയടാ. എന്താടാ, അങ്ങ് ചെന്നിട്ട് നീ വിളിച്ചതേ ഇല്ലല്ലോ. അത് പിന്നെ ഞാൻ വന്നതിന്റെ തിരക്കിലായിരുന്നു.
അതാ വിട്ടുപോയത്. എന്താടാ, നീ ചെന്നപ്പോ തന്നെ അടി തുടങ്ങിയോ? ജെയ്ക്ക് ഒന്നും പറയാതെ വിതുമ്പാൻ തുടങ്ങി. ഏയ്, എന്താടാ, നീ കരയുവാണോ? എന്തു പറ്റി നിനക്ക്? ഏട്ടാ, ഞാൻ ഞാൻ അവളെ കണ്ടു. ആരെ? തേയ. എന്ത്? തേയോ? എങ്ങനെ? ജിമ്മിച്ചായം കെട്ടിയിരിക്കുന്നത് അവളെയാ. സത്യമാണോടാ നീ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? ഇല്ല, എന്ത് സംസാരിക്കാനാ? അവള് കാരണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ മോശപ്പെട്ടവനായില്ലേ. അവള് കാരണം ഞാനൊരു മുഴുകുടിയനായില്ലേ. എന്റെ ജീവിതം തുലച്ചവളോട് ഞാൻ ഇനി എന്ത് സംസാരിക്കാനാ? എന്നാലും ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടുമുട്ട പ്രതീക്ഷിച്ചില്ല. പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുമ്പോ ഒരു നെഞ്ചിടിപ്പാ. എനിക്കെന്തോ പേടി തോന്നൂടാ. എന്റെ ജീവിതം ഇല്ലാതാക്കിയതുപോലെ ജിമ്മിച്ചാന്റെയും ജീവിതം അവള് കുട്ടിച്ചോറാക്കിയാലോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ലായിരിക്കും. ജിമ്മിച്ചൻ ഒരിക്കലും ഒരു അബദ്ധം സംഭവിച്ചതല്ലേ. പിന്നെയും അതുപോലൊന്നും സംഭവിക്കുന്ന രീതിയിൽ ഒരു തീരുമാനവും പുള്ളി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ലടാ. അവളുടെ സ്വഭാവം അങ്ങനെയാ. ആൾക്കാരെ കയ്യിലെടുക്കാൻ അവൾക്ക് നല്ല മിടുക്ക. അങ്ങനെയല്ലേ എന്നെ പറ്റിച്ചത്? എടാ, നീ അത് വിട്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അവളിപ്പോ നിന്റെ ചേട്ടന്റെ ഭാര്യ. അത് ഓർമ്മ വേണം. ഇല്ലടാ, ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതമോ ഇങ്ങനെയായി. ജിമിച്ചന്റെ ജീവിതവും ഞാൻ അവള് കാരണം നശിക്കാൻ സമ്മതിക്കില്ല. എടാ, എടുത്തു ചാടി അവിവേകം ഒന്നും കാണിക്കരുത്. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ജേക്ക് ഉടനെ തന്നെ കോൾ കട്ട് ചെയ്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അവൻ നേരെ നടന്നു ചെല്ലുന്നത് തേയുടെ മുൻപിലേക്കായിരുന്നു. തേയ ജഗ്ഗുമായി അവളുടെ റൂമിലേക്ക് നടക്കുകയായിരുന്നു. തേയെ കണ്ടതും ജേക്ക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളെ അടുത്തുള്ള ഒരു കോർണറിലേക്ക് മാറ്റി നിർത്തി. ജേക്ക്, എന്താ ഇത്? എന്റെ കയ്യിന്ന് പിടിവിട്. ആ, നിനക്കെന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ കരുതി നീ എന്നെ മറന്നുപോയെന്ന്. ജേക്ക്, അനാവശ്യമായ ഒരു തർക്കത്തിന് ഞാനില്ല. നമ്മൾ തമ്മിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാ കോളേജിൽ നിന്നും ഞാൻ ഇറങ്ങിയത്. ഇനി ഒരു ഏറ്റുമുട്ടലിന് എനിക്ക് താല്പര്യമില്ല. ചിലക്കാതടി. നീ വലിയ പതിവ്രത ചമയല്ലേ. നീ എന്നോട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. എന്നെ ചതിച്ച പോലെ എന്റെ വീട്ടുകാരെയും ചതിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ വ്യാമോഹം മാത്രമായിരിക്കും. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഞാൻ നിന്നോട് ഒന്നും ചെയ്തിട്ടില്ല. നീയാണ് എന്നെ പറ്റി കോളേജിൽ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. നീ അല്ലെങ്കിലും എപ്പോഴെങ്കിലും നിന്റെ തെറ്റുകൾ സമ്മതിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്നെ വിശ്വസിച്ച ഞാനാണ് പൊട്ടൻ. നിന്റെ പുറകെ ഒരു പട്ടിയെ പോലെ നടന്ന എന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞോ നിന്നോട് എന്റെ പുറകെ നടക്കാൻ? ഇല്ലല്ലോ. നീയാണ് എന്റെ പുറകെ വന്ന് ശല്യം ചെയ്തത്. അത് ശരി, ഇപ്പോ വാദി പ്രതിയായില്ലേ? നിന്നോട് ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോ നീ എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്റെ പുറകെ നടന്നത്? നോ, ഞാൻ ഒരിക്കലും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ ഇല്ലാ കഥ നനഞ്ഞുണ്ടാക്കരുത് ജേക്ക്. ഇല്ലാ കഥയോ? നീ എന്നോട് ഇഷ്ടാണെന്ന് പറഞ്ഞതിന് തെളിവുണ്ട്. ഞാൻ നിനക്കയച്ച ഗിഫ്റ്റ്സ്, അതിന് റിപ്ലൈ ആയിട്ട് നീ തന്ന ഗിഫ്റ്റ്സ്, ലെറ്റേഴ്സ് എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ എന്ത് ഭ്രാന്താ ജേക്ക് പറയുന്നത്? നിനക്ക് പ്രേമൊന്നുമല്ല, എന്നോട് ഒബ്സഷൻ ആയിരുന്നു. അതാ നിന്റെ മനസ്സിനെ ഇങ്ങനൊക്കെ തോന്നിപ്പിക്കുന്നത്. ആടി, ഞാൻ ഭ്രാന്തനാണ്. നീ ഒറ്റ ഒരാളാ എന്നെ ഭ്രാന്തനാക്കിയത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഒരു സന്തോഷവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. കത്തിക്കും ഞാൻ.
നിന്നെ ചാരമാക്കാതെ ഈ ജേക്ക് ഇനി വെറുതെ ഇരിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ജേക്ക് അവിടെ നിന്നും പോയി. തേയ അവിടെ ഉണ്ടായിരുന്ന ഭിത്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് കരഞ്ഞു. എന്റെ ദൈവമേ, ജീവിതത്തിൽ ഒരു സന്തോഷം തരുമ്പോ വീണ്ടും സങ്കടായി പലതും വരികയാണല്ലോ. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ജെറിൻ നേരത്തെ ഉറക്കം പിടിച്ചിരുന്നു. ജിമിൻ ലാപ്ടോപ്പിൽ മെയിൽ ചെക്ക് ചെയ്യായിരുന്നു. സമയം 10:30 കഴിഞ്ഞിട്ടും തേയെ കാണാത്തതുകൊണ്ട് ജിമിൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ഇവളിതെവിടെ പോയി? ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ജിമിൻ ഹാൾവേയിലൂടെ നടന്ന് ബാൽക്കണിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് ഒരു കോർണറിൽ തേയ ഇരുന്ന് കരയുന്നത് കണ്ടത്. ജിമിൻ ഓടി തേയുടെ അടുത്ത് ചെന്നു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. തേയ, ഏയ്, എന്താടി, എന്താ കരയുന്നത്? തേയ മറുപടി ഒന്നും പറയാതെ ജിമിനെ മുറുകെ പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്തു പറ്റി തേയ? നീ കരയാതെ കാര്യം പറയ്. ജേക്ക്, ജേക്ക്. എന്താ തേയ? അവൻ എന്താ ചെയ്തേ? ജിമിൻ തേയെ പിടിച്ചു മാറ്റി അവളുടെ മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയ് തേയ. എന്നിങ്ങനെ ടെൻഷൻ ആക്കാതെ. ഇച്ചായ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇച്ചായ ദേഷ്യപ്പെടരുത്. ഇല്ല, ഞാൻ ദേഷ്യപ്പെടില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്ക് ജയിക്കാൻ നേരത്തെ അറിയാം. ഞാനും ജയിക്കും ഒരുമിച്ച് കോളേജിൽ പഠിച്ചത്. കോളേജിൽ ജോയിൻ ചെയ്ത് കുറച്ച് മാസം കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് ഹെയിൻസ് എന്നോടൊരു കാര്യം പറഞ്ഞു. എടി തേയ, നിനക്കറിയോ ബിബിയിലെ ജയിക്കിന് നിന്നെ ഇഷ്ടാണെന്ന്? ഏത് ജയിക്ക്? മറ്റേ ബാസ്കറ്റ് ബോളിനും സ്പോർട്സിനൊക്കെ പോകുന്ന ജയിക്കോ? ആടി, അവൻ തന്നെ. ബിബിയിലെ എന്റെ ബോയ്ഫ്രണ്ട് സച്ചിൻ പറഞ്ഞ ഞാൻ അറിയുന്നത്. അത് ശരി, എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണോ പറയുന്നത്? സംഭവം എന്താന്ന് വെച്ചാ, ഈ ഫ്രഷേഴ്സ് ഡേക്ക് ഒരു പാട്ട് പാടിയില്ലേ, അത് കേട്ട് അവൻ ഫ്ലാറ്റ് ആയെന്നാ പറയുന്നത്. എങ്കിൽ അവൻ ഫ്ലാറ്റ് ആയി കിടക്കത്തേ ഉള്ളൂ. നിനക്കറിയാലോ, ഞാൻ ഈ ലവിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അതിനുള്ള മൂഡും എനിക്കില്ല. അവൻ എന്തായാലും നിന്നെ പ്രപ്പോസ് ചെയ്യാനിരിക്കുവാ. ഓ, പ്രപ്പോസലും കൊണ്ടിങ്ങ് വരട്ടെ. നോ എന്ന് ഞാൻ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. നീ നല്ലൊരവസരം പാഴാക്കുകയാണെന്നാ ഞാൻ പറയൂ. അവന്റെ ഫാമിലിയൊക്കെ ഭയങ്കര ബിസിനസ്സുകാരാ. നിന്റെ ഫാമിലിക്ക് ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നവർ. പിന്നെ അവനെ കാണാൻ എന്തു സുന്ദരനാ. ആണോ? എങ്കിൽ നീ കേട്ടടി അവനെ. എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ അവനെ കെട്ടിയേനെ. ആ, എന്തായാലും ഈ ടോപ്പിക് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ കുറച്ചു മാസങ്ങൾ കൂടി കടന്നുപോയി. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിച്ചു. എന്നാൽ ജേക്ക് ഒരു വട്ടം പോലും തേയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം തേയ പേയിങ് ഗസ്റ്റായി നിൽക്കുന്ന വീടിന്റെ അഡ്രസ്സിൽ തേയയ്ക്ക് ഒരു ലെറ്റർ വന്നു. തേയ, തേ നിനക്കുള്ള കത്താ. കത്തോ? എനിക്കോ? ഇതിപ്പാരാ എനിക്ക് കത്തയക്കാൻ? ആവോ, അറിയില്ല. തുറന്നു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. തേയ കത്ത് തുറന്നു നോക്കി വായിച്ചു. പ്രിയപ്പെട്ട തേയ, ഇതൊരു ക്ലിഞ്ച് രീതിയാണെന്ന് എനിക്കറിയാം. എങ്കിലും തന്റെ മുൻപിൽ ധൈര്യത്തോടെ ഇത് വന്നു പറയാൻ എനിക്കെന്തോ സാധിക്കുന്നില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ് ഒരുപാട്. ഒരുപക്ഷേ തനിക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരിക്കും. തനിക്ക് എന്നോട് തിരിച്ചും സ്നേഹമുണ്ടെങ്കിൽ മാത്രം ഈ കത്തിന് റിപ്ലൈ തരിക. ഇതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നെ തന്നെ കാണാനോ സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും ഞാൻ വരില്ല.
തന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം ജേക്ക്. ഇവൻ കൊള്ളാലോടി. കത്തൊക്കെ അയച്ച് പഴയകാല കാമുകന്മാരെ പോലെയാണല്ലോ പ്രപ്പോസൽ. അവന്റെ ശ്രമം കൊള്ളാം. പക്ഷേ ഈ തേയ ഈ ട്രിക്കിന് മുമ്പിൽ വീഴില്ല. എനിക്ക് അവനോട് ഒരു ഇഷ്ടവും ഇല്ല. എനിക്ക് അവനെ കണ്ട് സംസാരിക്കണമെന്നില്ല. ദേ, നീ തന്നെ ഇത് അവന്റെ കൈ കൊടുത്തേക്ക്. ഇതും പറഞ്ഞ് തേയ ഏഞ്ചലിന്റെ കയ്യിൽ കത്ത് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. പിന്നീട് കോളേജിന്റെ ലാസ്റ്റ് സെമസ്റ്റർ വരെ ജേക്ക് തേയുടെ അടുത്തു നിന്നും മാറിയിട്ടില്ല. കോളേജിൽ എവിടെ പോയാലും അവളുടെ പുറകെ പോവുക, തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുക, അവളോട് സംസാരിക്കാൻ ശ്രമിക്കുക, അതൊക്കെയായിരുന്നു അവൻ്റെ മെയിൻ പരിപാടികൾ. തേയാകട്ടെ ജേക്കിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ എല്ലാം അടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാം അടുത്തു. ഒരു ദിവസം ജേക്ക് ആകെ ദേഷ്യത്തിൽ തേയുടെ അടുത്ത് വന്നു. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഫോണോ? അതിന് ഞാൻ നിനക്ക് എപ്പോഴാ ജേക്ക് എന്റെ നമ്പർ തന്നത്? തേയ, കളിക്കല്ലേ. ഇന്നലെ നടന്നൊക്കെ നീ മറന്നോ? ഇന്നലെ എന്ത് നടന്നെന്ന് നീ പറയുന്നത്? തേയ, എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ തമാശ പറയല്ലേ. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ നീ അവിടെ ഇല്ലായിരുന്നു. എന്താ എന്നോടൊന്നും പറയാതെ പോയത്? ഞാൻ എവിടെ ഇല്ലായിരുന്നെന്നാ ജേക്ക് നീ പറയുന്നത്? കൂടെ കിടന്ന് കള്ളത്തരം പറയുന്നു. മിണ്ടിപ്പോരുത്. ഇത്രയും കാലം നിന്റെ പുറകെ നടപ്പ് കാരണം ഞാൻ ശരിക്കും വലഞ്ഞു. ഇനി എനിക്ക് വയ്യ. നീ അന്ന് എനിക്ക് അയച്ച കത്തിന്റെ മറുപടി ഞാൻ അന്നേ നിന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് ഇനിത് കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ. മതിയായി. എനിക്ക് നിന്നെ ഇഷ്ടമല്ല ജേക്ക്. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. കൊള്ളാൻ തേയ, അഭിനയം വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നീ ജയിച്ചു എന്ന് കരുതണ്ട. നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞയച്ച കത്തുകളും നമ്മൾ തമ്മിൽ സംസാരിച്ച കോൾ റെക്കോർഡിങ്സുകളും എന്തിന്, നീ എനിക്ക് വേണ്ടി മാത്രം അയച്ചു തന്ന ഫോട്ടോസും വരെ എൻ്റെ കയ്യിലുണ്ട്. ഇതിനും അപ്പുറത്തായി ഇന്നലെ രാത്രി നമ്മൾ ഒരുമിച്ചുറങ്ങിയതിന് സാക്ഷിയായി ആളുകൾ വരെയുണ്ട്. ഇതിനപ്പുറം എന്ത് തെളിവാ ഇനി വേണ്ടത്? ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. പച്ചക്കള്ളമാണല്ല. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം. ഇവളെ പോലെ പുറമെ മാലാഖയുടെ രൂപവും അകമെ ചെകുത്താന്റെ സ്വഭാവമുള്ളവന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്, പ്രണയിക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ച ദേ എന്നെ പോലെയാകും നിങ്ങളുടെ ജീവിതവും. ജേക്ക് ദേഷ്യത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് തേയെ നോക്കി. മടുത്തു, എനിക്ക് ശരിക്കും മടുത്തു. നിന്റെ പുറകെ നടന്നപ്പോ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അവസാനം ഞാൻ കള്ളനായി. നീ നല്ലവളും. മറക്കില്ലടി, ഒരിക്കലും നിന്റെ മുഖം ഞാൻ മറക്കില്ല. വെറുപ്പാ നിന്നോട് എനിക്ക്. ഞാൻ ഇനി ഒരിക്കലും നിന്റെ മുൻപിൽ വരില്ല. ഇതും പറഞ്ഞ് ജേക്ക് കോളേജിൽ നിന്നും പോയി. ആ ദിവസത്തിന് ശേഷം ഞാൻ പിന്നീട് ഒരിക്കലും ജേക്കിനെ കണ്ടിട്ടില്ല. എക്സാമിന് ഞങ്ങൾ ഡിഫറെന്റ് ബ്ലോക്സിലായിരുന്നു. പിന്നെ ഏഞ്ചല് പറഞ്ഞ ഞാൻ അറിയുന്നത് അവൻ മൂക്കുമുട്ടെ കുടിച്ച് നടക്കുകയാണെന്ന്. അന്ന് അവൻ എന്നെ പറ്റി കോളേജ് മുഴുവൻ പറഞ്ഞത് കാരണം എനിക്ക് എക്സാമിന് മാത്രം കോളേജിൽ പോകാൻ സാധിച്ചുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മോശപ്പെട്ട പെണ്ണായി, വഞ്ചകയായി. ആരും സത്യം എന്താണെന്ന് അന്വേഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ നിന്നില്ല. PG ചെയ്യാൻ ഡൽഹിക്ക് പോയി. പിന്നീട് ആ കോളേജിൽ ആരുമായി എനിക്ക് ഒരു കോണ്ടാക്ട്സും ഞാൻ പോയിട്ടില്ല. അവിടുത്തെ പല വൃത്തികെട്ട ആൺകുട്ടികളും എവിടെ നോക്കിയും എന്റെ നമ്പർ കണ്ടുപിടിച്ച് അനാവശ്യം മെസ്സേജസ് അയക്കാൻ തുടങ്ങി. അവസാനം എനിക്ക് ഫോൺ നമ്പർ വരെ മാറ്റേണ്ടി വന്നു. അവൻ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ചായ. എല്ലാം
കഴിഞ്ഞപ്പോ ദാ വീണ്ടും വന്നിരിക്കുന്നു. കുറച്ചു മുമ്പ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട ഇവിടെ നിന്നും പോയത്. കോളേജിൽ വെച്ച് നടന്ന കാര്യങ്ങളെ പറ്റി എന്റെ വീട്ടിൽ ആർക്കും അറിയില്ല. എല്ലാം ഞാൻ മറന്നു വന്നതായിരുന്നു. കരഞ്ഞുകൊണ്ട് ജിമിനോട് പറഞ്ഞു. അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്തോ കോളേജിൽ വെച്ച് നടന്ന സംഭവമാണെന്ന് ആന്റി എന്നോട് പറഞ്ഞിരുന്നു. അവനേതോ പെണ്ണിന് ഇഷ്ടമായിരുന്നെന്നും കൂടുതലൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഒരിക്കലും ഇങ്ങനൊരു ബന്ധം നിങ്ങൾ തമ്മിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തു വന്നാലും ആരെന്തു പറഞ്ഞാലും ഹിജായനെ സംശയിക്കരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജയ്ക്കിന് എന്നെ പറ്റി എന്തോ തെറ്റിദ്ധാരണയാ. അവൻ പറയുന്നത് പോലെ ഞങ്ങളുടെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും. എനിക്ക് നിന്നെ വിശ്വാസാണ് തേയാ. നീ വിഷമിക്കാതെ, നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ വാ, സമയം ഒരുപാട് വൈകി, നമുക്ക് കിടക്കാം. ജിമിൻ തേയുമായി നേരെ മുറിയിലേക്ക് പോയി. തേയ ബെഡിന്റെ ഒരറ്റത്ത് ചേർന്ന് കിടന്നു. ജിമിൻ ഡോർ ലോക്ക് ചെയ്ത് ബെഡിന്റെ അടുത്ത് വന്നു. അവൻ പതിയെ ജെറിയെടുത്ത് കുറച്ചു നീക്കി കിടത്തി. എന്നിട്ട് തേയോട് ചേർന്ന് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. തേയ തിരിഞ്ഞ് ജിമിനെ നോക്കി. എന്താ നോക്കുന്നേ? എന്നെ കെട്ടിപിടിച്ച് കിടന്നു. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട. ഉറങ്ങിക്കോ, ഞാൻ കൂടെയുണ്ട്. തേയ ആശ്വാസത്തോടെ ജിമിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. ജിമിൻ അവളുടെ മുടിയിഴകളിൽ പതിയെ തടവി. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു.